കോട്ടയം മാണികുന്നത്ത് നിന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്തയാണ് പുറത്തുവരുന്നത്. പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയായ ആദർശാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മുൻ കൗൺസിലർ അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. അനിൽകുമാറിന്റെ വീടിന് മുൻവശത്ത് വെച്ചാണ് കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ആദർശ് എന്തിനാണ് അനിൽകുമാറിന്റെ വീടിന് മുൻവശത്ത് എത്തിയതെന്നടക്കം വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ പോലീസ്. കോട്ടയം നഗരസഭയിലെ കോൺഗ്രസിന്റെ മുൻ കൗൺസിലറാണ് അനിൽകുമാർ. ഇപ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് മാറി LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അനിൽകുമാർ ചില നീക്കങ്ങൾ നടത്തിയതായാണ് വിവരം. CPM ഇതിനെ എതിർത്തതിനെ തുടർന്ന് നീക്കം വിജയിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അനിൽകുമാറിന്റെ മകന് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആദർശം സുഹൃത്തുക്കളും അർദ്ധരാത്രിയോടെ അഭിജിത്തിന്റെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയായിരുന്നു. ഇത് സംഘർഷത്തിലെത്തുകയും അഭിജിത്ത് കത്തിയെടുത്ത് ആദർശിനെ കുത്തുകയായിരുന്നുവെന്നാണ് വിവരം. ബോധരഹിതനായ ആദർശിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അനിൽകുമാറിന്റെ മകനെതിരെ നേരത്തെയും സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.